ആഗോള കപ്പൽ കമ്പനിയായ MSCയുമായുള്ള ഓഹരി ഇടപാട് നടന്നാൽ വിഴിഞ്ഞത്ത് 16,744 കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് സർക്കാരിന് അദാനിയുടെ ഉറപ്പ്. നിലവിലെ 1.6 മില്യൺ കണ്ടെയ്നർ വാർഷിക ശേഷി 5.7 മില്യണായി വർദ്ധിപ്പിക്കും. MSCയുടെ ട്രാൻസ്ഷിപ്മെന്റ് ബിസിനസിന്റെ ഗണ്യമായ പങ്ക് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് മാറ്റും. കിഴക്കൻ ആഫ്രിക്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും കാർഗോയും എത്തിക്കുമെന്ന് അദാനി സർക്കാരിനെ അറിയിച്ചു. അദാനി വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനൽ പ്രവർത്തന വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ മുണ്ടി ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത്. എന്നൂർ, മുദ്ര തുറമുഖങ്ങളിലെ മാതൃകയിലായിരിക്കും നിക്ഷേപം. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് 51% ഓഹരി നിലനിർത്തും. തുറമുഖം എല്ലാവർക്കും ഉപയോഗിക്കാനാവുന്ന കോമൺ യൂസർ ടെർമിനലായി പ്രവർത്തിക്കും. MSCക്കോ അനുബന്ധ സ്ഥാപനങ്ങൾക്കോ പ്രത്യേക അവകാശം അനുവദിക്കില്ല. അദാനി പോർട്സ് കമ്പനിയുടെയും MSCയുടെയും സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ, നിക്ഷേപത്തിന്റെ പ്രാധാന്യം, വികസനത്തിനുള്ള ഉറപ്പുകൾ എന്നിവ അദാനി സർക്കാരിനെ അറിയിച്ചു. ഓഹരി സർക്കാരിന്റെ അനുമതി ഇല്ലാതെ കൈമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഹരി ഇടപാടിന്റെ ഗുണദോഷ വശങ്ങൾ പരിശോധിച്ചും സംസ്ഥാന താൽപര്യം സംരക്ഷിച്ചും തുറമുഖത്തിന്റെ ഭാവി വികസനം ഉറപ്പാക്കിയും തീരുമാനമെടുക്കാനാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയോട് സർക്കാർ നിർദ്ദേശിച്ചത്. ദേശീയ സുരക്ഷ, പൊതുതാൽപര്യം, സുതാര്യമായ മത്സരം, നിക്ഷേപ പ്രോത്സാഹനം, ആഗോള മത്സരക്ഷമതയുള്ള നിഷ്പക്ഷമായ മാരിടൈം കവാടമായി ദീർഘകാല അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാവും അദാനിയുടെ അപേക്ഷ പരിശോധിക്കുകയെന്ന് തുറമുഖ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി. നിലവിലെ 16 ലക്ഷം കണ്ടെയ്നർ വാർഷിക ശേഷി ഈ നിക്ഷേപത്തിലൂടെ 57 ലക്ഷം കണ്ടെയ്നർ ശേഷിയായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന MSCയുടെ ട്രാൻസ്ഷിപ്മെന്റ് ബിസിനസിന്റെ വലിയൊരു പങ്ക് വിഴിഞ്ഞത്തേക്ക് മാറും. കൂടാതെ കിഴക്കൻ ആഫ്രിക്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്കുനീക്കവും വിഴിഞ്ഞം വഴി സാധ്യമാകും. ഓഹരി കൈമാറ്റം നടന്നാലും മുൻപ് ഗുജറാത്തിലെ മുദ്ര, തമിഴ്നാട്ടിലെ എന്നൂർ തുറമുഖങ്ങളിൽ ചെയ്തതുപോലെ വിഴിഞ്ഞം തുറമുഖവും എല്ലാ കപ്പൽ കമ്പനികൾക്കുമായി തുറന്നു നൽകുന്ന ഒരു കോമൺ യൂസർ ടെർമിനലായി തന്നെ പ്രവർത്തിക്കുമെന്നും MSCക്ക് മാത്രമായി പ്രത്യേക അവകാശങ്ങൾ ഉണ്ടാകില്ലെന്നും അദാനി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരി കൈമാറ്റ നീക്കം നടത്തിയതിൽ മുഖ്യമന്ത്രി VD സതീശൻ അതൃപ്തി അറിയിച്ചിരുന്നു. കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു ഉന്നതാധികാര സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന ക്യാബിനറ്റും തുടർന്ന് വിദേശ നിക്ഷേപമായതിനാൽ കേന്ദ്ര ആഭ്യന്തര, പ്രതിരോധ മന്ത്രാലയങ്ങളും അനുമതി നൽകിയ ശേഷമേ ഈ ഇടപാട് പൂർണ്ണമായി യാഥാർത്ഥ്യമാകും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സ്വിസ് കപ്പൽ കമ്പനിയായ MSCയുടെ അനുബന്ധ സ്ഥാപനത്തിന് കൈമാറുന്നതിനുള്ള അന്തിമ അനുമതി ലഭിക്കുന്നതിന് പ്രധാനമായും 4 ഘട്ടങ്ങളാണുള്ളത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക അനുമതി ലഭിച്ച ശേഷമാണ് അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗിക അപേക്ഷ സമർപ്പിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി നിലവിൽ ഈ ഓഹരി കൈമാറ്റ നിർദ്ദേശം വിശദമായി പരിശോധിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട് കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. MSCക്ക് വിഴിഞ്ഞം തുറമുഖത്ത് കുത്തകാവകാശം ലഭിക്കില്ലെന്നും ഇതൊരു പൊതു സൗകര്യമായി തന്നെ തുടരുമെന്നും സമിതി ഉറപ്പുവരുത്തും. ഉന്നതാധികാര സമിതി തങ്ങളുടെ നിയമപരവും നയപരവുമായ ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ക്യാബിനറ്റ് ഓഹരി വിൽപ്പനയ്ക്ക് അന്തിമ സംസ്ഥാന അനുമതി നൽകും. വിദേശ നിക്ഷേപവും തന്ത്രപ്രധാനമായ ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സുരക്ഷയും ഉൾപ്പെടുന്നതിന് കേന്ദ്ര ഏജൻസികളുടെ അനുമതി അനിവാര്യമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, ഷിപ്പിംഗ് മന്ത്രാലയം എന്നിവയുടെ സുരക്ഷാ ക്ലിയറൻസും മറ്റ് നിയന്ത്രണ അനുമതികളും ലഭ്യമാക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ ഭരണപരവും സുരക്ഷാപരവുമായ അനുമതി പത്രങ്ങൾ ലഭിച്ച ശേഷം മാത്രമായിരിക്കും അദാനി ഗ്രൂപ്പും MSCയും തമ്മിലുള്ള അന്തിമ കരാർ ഒപ്പിടുക. ഈ അനുമതിയോടെ മാത്രമേ ഔദ്യോഗിക ഓഹരി കൈമാറ്റവും 16,744 കോടി രൂപയുടെ നിക്ഷേപ പ്രക്രിയയും ആരംഭിക്കാൻ സാധിക്കൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനം പ്രധാനമായും 4 ഘട്ടങ്ങളായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കരാർ പ്രകാരം 2045 പൂർത്തിയാക്കേണ്ടിയിരുന്ന 2, 3, 4 ഘട്ടങ്ങൾ പുതുക്കിയ സമയക്രമം അനുസരിച്ച് 2028 തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനവും MSCയുമായുള്ള ഓഹരി പങ്കാളിത്തവും വഴി 5 ലക്ഷത്തോളം നേരിട്ടുള്ളതുമല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് തുറമുഖ വകുപ്പിന്റെ വിലയിരുത്തൽ. 2028 തുറമുഖം പൂർണ്ണ സജ്ജമാകുന്നതോടെ കേരളത്തിലെ യുവാക്കൾക്ക് വിപുലമായ തൊഴിൽ സാധ്യതകളാണ് തുറക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.